വെൽക്കം ബാക്ക്. ഇന്ന് നിങ്ങൾ ഒരു 30 മിനിറ്റ്സ് സ്പെൻഡ് ചെയ്യാനാണെങ്കിൽ നമ്മുടെ 4th യൂണിറ്റിലെ ഒന്നല്ല രണ്ടല്ല 3 ചാപ്റ്റേഴ്സിനെ കുറിച്ചുള്ള പേടി നമുക്ക് മാറ്റിയെടുക്കാം. നമ്മൾ ഇന്ന് ഒന്നാമതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ 4th യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നാണ്. ദാറ്റ് ഈസ് വെൻ എ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ്. നമ്മൾ മാർക്ക് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ചാപ്റ്റേഴ്സ് ആണ് ഇനി നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്ന ഈ 3 ചാപ്റ്റേഴ്സ് അത്രയും. സോ വെൻ എ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു സ്പീച്ച് ആണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ഇതൊരു സ്പീച്ച് ആയതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമ്മൾ റൈറ്റർ എന്നോ അല്ലെങ്കിൽ ഓതർ എന്നോ അല്ല മെൻഷൻ ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ പറയേണ്ടത് ഒറേറ്റർ എന്നുള്ളതാണ്. നമ്മുടെ റൈറ്ററിനെ കുറിച്ച് മെൻഷൻ ചെയ്യുമ്പോൾ യൂസ് ചെയ്യേണ്ട വേർഡ് പ്രാസംഗികൻ അല്ലെങ്കിൽ പ്രാസംഗിക എന്നർത്ഥം വരുന്ന ഒറേറ്റർ എന്നുള്ള വേർഡാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നമ്മുടെ ഒറേറ്ററുടെ പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, വാങ്കാരി മാതായി. വാങ്കാരി മാതായി ആരാണെന്ന് ചോദിച്ചാൽ പുള്ളിക്കാരി ഒരു കെനിയൻ എൻവയൺമെന്റൽ ആൻഡ് പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് ആണ് എന്നുള്ളത് ഫണ്ടമെന്റലി മനസ്സിലാക്കുക. കെനിയൻ അല്ലെങ്കിൽ ഒരു ആഫ്രിക്കക്കാരിയായിട്ടുള്ള എൻവയൺമെന്റൽ ആൻഡ് പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് ആണ് വാങ്കാരി മാതായി. അവരുടെ ഒരു സ്പീച്ചാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പൊ ഈ സ്പീച്ച് അവതരിപ്പിച്ചിരിക്കുന്ന വേദി എന്താണ്, വെന്യൂ എന്താണ്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എന്തായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. വാങ്കാരി മാതായി is the first African woman to receive the Nobel Prize, spoke about her journey and the vital need to care for our environment. എന്ന് വെച്ചാൽ സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ നൊബേൽ പ്രൈസ് കിട്ടുന്ന ആദ്യത്തെ ആഫ്രിക്കൻ വുമൺ ആണ് വാങ്കാരി മാതായി എന്ന് പറയുന്നത്. സോ ഈ ഒരു അവാർഡ് റിസീവിംഗ് സെറിമണിയിൽ വെച്ചിട്ടാണ് ഈ ഒരു സ്പീച്ച് പറയുന്നത്. ഇനി ഈ സ്പീച്ച് എന്തിനെ കുറിച്ചാണെന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ജേർണി ആൻഡ് ദ വൈറ്റൽ നീഡ് ടു കെയർ ഫോർ അവർ എൻവയൺമെന്റ്. നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിന്റെ വൈറ്റാലിറ്റി ഓർ നീഡിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഒരു ജേർണി എന്താണെന്നുള്ളതും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സോ ഇതിന്റെ ഇൻസ്പിറേഷനെ കുറിച്ചാണ്, ഈ ഒരു മൂവ്മെന്റിനുള്ള ഇൻസ്പിറേഷനെ കുറിച്ചാണ് പിന്നെ പറയുന്നത്. She shared her inspiration rooted in her childhood in rural Kenya, where she witnessed the devastation caused by deforestation and commercial plantations. Madai highlighted the critical role of trees in preserving our planet's ecological balance. ചുരുക്കി പറഞ്ഞാൽ റൂറൽ കെനിയയിൽ നിന്നാണ് പുള്ളിക്കാരിയുടെ ചൈൽഡ്ഹുഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്നാണ് ഇൻസ്പിറേഷൻ വന്നത്. ആ ഇൻസ്പിറേഷൻ എന്താണെന്ന് വെച്ചാൽ പ്രകൃതിക്ക് ഉണ്ടായിട്ടുള്ള ഒരുപാട് ഡിവസ്റ്റേഷൻസ്, അതിലുണ്ടായിട്ടുള്ള ഒരുപാട് നശീകരണങ്ങൾ. അതിന്റെ മെയിൻ 2 കാരണങ്ങളിൽ ഒരു കാരണം ഡിഫോറസ്റ്റേഷനും രണ്ടാമത്തത് കമേഴ്ഷ്യൽ പ്ലാന്റേഷനുമാണ്. നമ്മൾ ഈ അവിടുത്തെ സ്വാഭാവികമായിട്ടുള്ള ഒരു നാച്ചുറൽ റിസോഴ്സ് ഒക്കെ വെട്ടി നശിപ്പിച്ചിട്ട് അവിടുത്തെ കുറച്ച് ക്യാഷ് ക്രോപ്സ് കൊണ്ടുവരുന്നതിനാണ് ഈ റബ്ബർ പോലെയുള്ള അല്ലെങ്കിൽ എന്താ പറയുക നെൽകൃഷി പോലെയുള്ള അങ്ങനത്തെ ക്യാഷ് ക്രോപ്സുകൾ കൊണ്ടുവരുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കൊമേഴ്ഷ്യൽ പ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാം, ഈ മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുന്നതിനാണ് ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇത് എന്തിനു ബാധിക്കും? ദിസ് വിൽ അഡ്വേഴ്സ്ലി എഫക്ട് ദ എക്കോളജിക്കൽ ബാലൻസ് ഓഫ് അവർ പ്ലാനറ്റ്. നമ്മുടെ പ്രകൃതിക്ക് അല്ലെങ്കിൽ നമ്മുടെ ഭൂമിക്ക് ഒരു എക്കോളജിക്കൽ ബാലൻസ് ഉണ്ട്, ഒരു സന്തുലിതാവസ്ഥയുണ്ട്. ആ ബാലൻസ് തെറ്റുമ്പോഴാണ് ഈ ലാൻഡ് സ്ലൈഡ് പോലെയുള്ള അല്ലെങ്കിൽ സുനാമി പോലെയുള്ള എർത്ത് ക്വേക്ക് പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് സംഭവിക്കുന്നത്. ഇങ്ങനെ ഈ ഇൻസ്പിറേഷനോടുകൂടെ 1970 ഷി ബിഗെയിൻ ദ ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ്. ഈ പേര് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് നമ്മൾ പ്രകൃതിയെ കുറിച്ചാണോ എന്നുള്ളത് നമ്മൾ സംശയിക്കും. പക്ഷേ ആക്ച്വലി ദിസ് ഓൾസോ ഇൻവോൾവ് വിത്ത് വുമൺ എംപവർമെന്റ്. വുമൺ എംപവർമെന്റിനെ കുറിച്ചുകൂടെ സംസാരിക്കുന്ന ഒരു മൂവ്മെന്റ് ആണ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ്. റെസ്പോണ്ടിങ് ടു ദ നീഡ്സ് ഓഫ് റൂറൽ വുമൻ who faces challenges like lack of firewood, clean water, food, income. അപ്പൊ ഈ ഒരു മൂവ്മെന്റ് എന്തിനെ കുറിച്ചുള്ളതാണെന്ന് ചോദിച്ചാൽ എന്താ പറയാ, ഈ നേച്ചറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു വുമൺ എംപവർമെന്റ് സൈഡ് കൂടെ ഉണ്ട്. അവിടുത്തെ റൂറൽ വുമന് ഒരുപാട് വിറകുകൾ ഇല്ലാത്തതിന്റെ, ക്ലീൻ വാട്ടർ ഇല്ലാത്തതിന്റെ, ഭക്ഷണം ഇല്ലാത്തതിന്റെ, സ്റ്റേബിൾ ഇൻകം ഇല്ലാത്തതിന്റെ പ്രശ്നങ്ങൾ കൂടെ അഡ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആഫ്രിക്ക പോലെയുള്ള ഒരു കൺട്രിയിലെ വുമൺ ആണ് അവിടുത്തെ പ്രൈമറി കെയർ ടേക്കർ എന്ന് പറയുന്നത്. അത് എല്ലായിടത്തും അങ്ങനെ ആവണമെന്നില്ല, ലോകം മൊത്തം പ്രൈമറി കെയർ ടേക്കേഴ്സ് എന്ന് പറയുന്നത് വുമൺ ആവണമെന്നല്ല. പക്ഷെ ആഫ്രിക്ക പോലെയുള്ള ഒരു കൺട്രിയില്, അല്ലെങ്കിൽ കെനിയ, ആഫ്രിക്ക പോലെയുള്ള ഒരു കൺട്രി അല്ല, ആഫ്രിക്ക പോലെയുള്ള ഒരു കോണ്ടിനെന്റില് കെനിയ പോലെയുള്ള ഒരു കൺട്രിയില് വുമൺ ആണ് അവിടുത്തെ പ്രൈമറി കെയർ ടേക്കർ എന്നുള്ളത് മനസ്സിലാക്കുക. അവരാണ് ആക്ച്വലി ദേ സഫർ ഗ്രേറ്റ്ലി വെൻ ദ എൻവയൺമെന്റ് ഡീഗ്രേഡ്സ്. അവരാണ് ഏറ്റവും കൂടുതൽ അതിൽ എഫക്റ്റഡ് ആവുന്നത്. ഈ പ്രകൃതിക്ക് എന്തെങ്കിലും ഒരു മോശം സംഭവിച്ചാൽ, അത് ഡീഗ്രേഡഡ് ആയിപ്പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എഫക്റ്റഡ് ആവുന്നത് അവിടുത്തെ സ്ത്രീകളാണെന്നുള്ളത് മനസ്സിലാക്കുക. ഷി റിയലൈസ് ദാറ്റ് പ്ലാന്റിംഗ് ട്രീസ് കുഡ് അഡ്രസ് ദീസ് നീഡ്സ് എഫക്റ്റീവ്ലി ആൻഡ് റിലേറ്റീവ്ലി ക്വിക്ലി.
പ്രൊവൈഡിങ് ഫ്യൂവൽ, ഫുഡ്, ഷെൽട്ടർ, ഇൻകം ആൻഡ് സപ്പോർട്ടിങ് എഡ്യൂക്കേഷൻ. സ്ത്രീകളുടെ എഡ്യൂക്കേഷൻ, ഷെൽട്ടർ, ഫുഡ്, ഫയർവുഡ്, അങ്ങനെ അവരുടെ ഒരുവിധം എല്ലാ നെസസിറ്റികളും മീറ്റ് ചെയ്യാൻ നമ്മൾ മരങ്ങൾ കൂടുതൽ പ്ലാൻ ചെയ്യുന്നതിലൂടെ പറ്റും എന്നുള്ളത് വാങ്കാരി മത്തായി തിരിച്ചറിയാണ്. അപ്പൊ ഇതിന് സ്ത്രീ ശാക്തീകരണം എന്നുള്ള ഒരു സൈഡ്, അല്ലെങ്കിൽ വിമൺ എംപവർമെന്റ് എന്ന് പറയുന്ന ഒരു സൈഡ് കൂടെ ഉണ്ട് ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റിന്. സോ ഇനീഷ്യലി ആളുകൾക്ക് ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് വളരെ കുറവായിരുന്നു എന്ന് ഇവിടെ പറയുന്നുണ്ട്. ബിക്കോസ് they were unaware of how degraded environment led to resource scarcity and poverty. എങ്ങനെയാണ് ഈ എൻവയൺമെന്റ് നശിക്കുന്നതിലൂടെ ആളുകൾ അതെങ്ങനെയാ ബാധിക്കുന്നതിനെ കുറിച്ച് ഒരു അവയർനെസ് അവിടെ ഉണ്ടായിരുന്നില്ല എന്നാ പറയുന്നത്. ലാക്ക് ഓഫ് അവയർനെസ്, അല്ലെ, ലാക്ക് ഓഫ് അവയർനെസ് ഉണ്ടായിരുന്നു. ഹൗഎവർ ഇതിനെക്കുറിച്ചുള്ള എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് ആളുകൾക്ക് എന്തൊക്കെ മനസ്സിലാക്കി കൊടുത്തു എന്ന് ഇവിടെ പറയുന്നുണ്ട്. they got to know more about the environmental destruction and international economical injustice. ഒരു കെനിയ പോലെയുള്ള ഒരു countries like Kenya, they have gone through a lot of economical injustice, international economical injustice. അതിനെ കുറിച്ച് കൂടെ ബോധം വന്നപ്പോൾ അവർ സാമ്പത്തികമായിട്ട് ഒരുപാട് കൺട്രീസ് ലൂട്ട് ചെയ്തിട്ടുണ്ട്. ലൂട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ, കൊള്ളയടിക്കുക അല്ലെങ്കിൽ മുതലെടുക്കുക, അല്ലെ. ദ ട്രീസ് പ്ലാന്റിംഗ് ഇനിഷ്യേറ്റീവ് ഗെയിൻഡ് മൊമെന്റം. ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് ഉണ്ടായതോടുകൂടെ ആളുകൾക്കിടയിൽ ഇതിനൊരു മൊമെന്റം ഉണ്ടായി എന്നുള്ളതാണ്. മൊമെന്റം എന്ന് വെച്ചാൽ എന്താ, നമ്മൾ സയൻസിൽ പഠിച്ചിട്ടുണ്ട്. മുന്നിലേക്ക് പോകാനുള്ള ഒരു ഊർജ്ജത്തിനെയാണ് നമ്മൾ മൊമെന്റം എന്ന് പറയാം. It became the symbol not only for environmental responsibility but also democracy and peace. ഇത് സമാധാനത്തിന്റെയും അതുപോലെ തന്നെ ഡെമോക്രസി, ജനാധിപത്യത്തിനെ കുറിച്ചൊക്കെ ആളുകളിൽ ഒരു അവയർനെസ് ഉണ്ടാക്കി. കാരണം എന്താ, ആളുകൾ ഇൻ ജനറലി അവെയർ ആവാൻ തുടങ്ങി. ഇൻ ജനറലി ആളുകൾക്ക് അവരുടെ ചോയ്സുകളെ കുറിച്ചും അവരുടെ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ചും അവർക്ക് ഉണ്ടായിട്ടുള്ള ഇൻജസ്റ്റിസുകളെ കുറിച്ചും അവർക്കുണ്ടായിട്ടുള്ള നീതികേടുകളെ കുറിച്ചും അന്യായങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് തരത്തിൽ അവർ ഇൻജസ്റ്റിസുകൾ അനുഭവിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കൺട്രീസ് നിന്നാണെങ്കിലും അവരുടെ ഓൺ റൂളേഴ്സിന്റെ അടുത്ത് നിന്നാണെങ്കിലും അവർ ഒരുപാട് ഇൻജസ്റ്റിസുകൾ അനുഭവിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് കൂടെ ക്രിയേറ്റഡ് ആയതോടുകൂടെ അവർക്ക് ഈ ഡെമോക്രസിയെ കുറിച്ചും സമാധാനത്തിനെ കുറിച്ചുമുള്ള ഒരു അവയർനെസ് ക്രിയേറ്റഡ് ആയി. അപ്പൊ അവർ ഈ നാട്ടിലുണ്ടായിരുന്ന പവർ ആൻഡ് കറപ്ഷൻ, കെനിയ പോലുള്ള ഒരു കൺട്രീസിൽ പവർ എന്ന് പറയുന്നത് വളരെ കുറച്ച് ആൾക്കാരിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ ആളുകൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു ബോധം അല്ലെങ്കിൽ ഒരു കോൺഷ്യസ്നെസ് അവിടെ ഉണ്ടായിരുന്ന പവർ സ്ട്രക്ചേഴ്സിന്, കറപ്ഷൻ എന്ന് പറയുന്നത് ഈ അഴിമതിക്കെതിരെയൊക്കെ എന്തായി, അതിനെതിരെ ചാലഞ്ച് ചെയ്യാനുള്ള ഒരു ധൈര്യം അവർക്കുണ്ടായി. So Madai emphasized that our action threatened Earth's ability to support life, urging a shift in thinking to heal the planet. നമ്മുടെ ഒരുപാട് ആക്ഷൻസ് ഇല്ലേ, അതിന്റെ കോൺസിക്വൻസ് എന്താണ് സംഭവിച്ചത്? എർത്തിനെ ലൈഫ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു എബിലിറ്റി, ഭൂമിയിൽ ജീവൻ സാധ്യമാകുന്നതിന്റെ ഒരു എബിലിറ്റി ഭൂമിക്ക് നഷ്ടപ്പെട്ടു പോയി. അപ്പൊ നമ്മൾ അതിനെ ഹീൽ ചെയ്യണം, നമ്മൾ അതിനെ പ്രിസർവ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിൽ ഒരുപാട് വഴികൾ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ഉണ്ടാവുന്ന എന്താ പറയാ, നമ്മുടെ ഭൂമിയിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ മാറ്റങ്ങൾ അല്ലെങ്കിൽ മനുഷ്യന്മാർ കൊണ്ടുവരുന്ന ഒരുപാട് പുരോഗതികൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് വാങ്കാരി മത്തായി പറയുന്നുണ്ട്. എക്വിറ്റബിൾ ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ തുല്യമായിട്ടുള്ള പുരോഗതി. എല്ലാത്തരം ആളുകളും സോഷ്യൽ ഹൈറാർക്കി ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ എക്കണോമിക്കൽ ഹൈറാർക്കി ഒന്നും നോക്കാതെ എക്വിറ്റബിൾ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് ഇവിടെ വരേണ്ടത്. അതുപോലെ തന്നെ സസ്റ്റൈനബിൾ എൻവയൺമെന്റൽ മാനേജ്മെന്റ്. നമ്മുടെ എല്ലാത്തരം പുരോഗതിയും ഇല്ലേ, പ്രകൃതിയുടെ നിലനിൽപ്പിനെ കുറിച്ചുകൂടെ കോൺഷ്യസ് ആയിക്കൊണ്ടുള്ള മാറ്റങ്ങളായിരിക്കണം ഇവിടെ വരേണ്ടത്. അതിന് അനുസരിച്ചുള്ള എൻവയൺമെന്റൽ മാനേജ്മെന്റ് ആണ്, അല്ലെങ്കിൽ പ്രകൃതി ആ രീതിയിലാണ് നമ്മൾ ഡീൽ ചെയ്യേണ്ടത് എന്ന് ഇവിടെ പറയുന്നു. കോളിംഗ് ഫോർ ന്യൂ കോൺഷ്യസ്നെസ് ആൻഡ് സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് ടു എ ലാർജർ ഫാമിലി ഓഫ് ലൈഫ്. നമ്മൾ ഈ ഭൂമിയെ മൊത്തമായിട്ട് നമ്മുടെ ഒരു വീട് പോലെ കാണണം. ഇറ്റ് ഈസ് അവർ ഹോം ആൻഡ് വി ഷുഡ് ട്രീറ്റ് ഇറ്റ് ലൈക്ക് എ ഹോം. നമ്മുടെ ഒരു പ്രകൃതി എന്ന് പറയുന്നത് നമ്മുടെ ഒരു വീട് പോലെ തന്നെ നമ്മുടെ ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് നമുക്ക് വരണം. ഇത് നമ്മുടേത് കൂടിയാണ്, വി ഹാവ് സർട്ടൻ റെസ്പോൺസിബിലിറ്റീസ് എന്നുള്ള ഒരു ബോധം, ഒരു കോൺഷ്യസ്നെസ് വരണം എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഒരുപാട് യങ് പീപ്പിളിനെ ഈ ഒരു ആക്ടിവിറ്റീസിലേക്ക് എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കോൾ അപ്പോൺ ചെയ്യുന്നുണ്ട്. കോൾ അപ്പോൺ എന്ന് വെച്ചാൽ എന്താ, ആഹ്വാനം ചെയ്യുക എന്നുള്ളതാണ്. ആഹ്വാനം ചെയ്യുക. ഒരുപോലെ തന്നെ വേൾഡ് ലീഡേഴ്സിനെയും അതുപോലെ തന്നെ യങ് പീപ്പിളിനെയും ഇത്തരം പരിപാടികളിലേക്ക് കൊണ്ടുവരാൻ, നമ്മുടെ സസ്റ്റൈനബിൾ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ പ്രകൃതിയെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനെ കുറിച്ചിട്ടും ഇത്തരം യങ് പീപ്പിളിനെയും അതുപോലെ തന്നെ വേൾഡ് ലീഡേഴ്സിനെയും ആഹ്വാനം ചെയ്യുകയാണ്. ഇൻ കൺക്ലൂഷൻ, ഈ ഒരു സ്പീച്ച് എൻഡ് ചെയ്യുന്ന സമയത്ത്
അവരുടെ ചൈൽഡ്ഹുഡിലുള്ള ഒരു മെമ്മറി പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു സ്പീച്ച് വൈൻഡപ്പ് ചെയ്യുന്നത്. ബൈ എ ഡ്രൈഡ് അപ്പ് സ്ട്രീം. ഡ്രൈഡ് അപ്പ് സ്ട്രീം എന്ന് വെച്ചാൽ അല്ലേ, വറ്റി വരണ്ടു പോയിട്ടുള്ള ഒരു സ്ട്രീം, ഒരു തോടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു സ്പീച്ച് വൈൻഡപ്പ് ചെയ്യുന്നത്. എംഫസൈസിങ് ദ urgent need to restore the environment for future generation to experience its beauty and wonder. അവരുടെ ചെറുപ്പകാലത്തിൽ ഉണ്ടായിരുന്ന ഒരു തോട്, അത് എത്ര പെട്ടെന്നാണ് അത് അപ്രത്യക്ഷമായത്, ഡിസപ്പിയർ ആയി പോയത് എന്നുള്ളത് പറയുന്നിടത്ത് ഷീ ഈസ് ആക്ച്വലി എംഫസൈസിങ് ദ urgency, അല്ലെ, എത്രത്തോളം അത്യാവശ്യമാണ്, എത്രത്തോളം ഏർജന്റ് ആണ്, വളരെ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ഒരു ആക്ഷൻ എടുക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് ഷീ ഈസ് അണ്ടർലൈനിങ്, അല്ലെ. അണ്ടർലൈനിങ് എന്ന് വെച്ചാൽ അടിവരയിട്ട് പറയുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ ആക്ച്വലി ഈ സ്പീച്ചിനെ കുറിച്ച് പറയാനുള്ളത്. സ്പീച്ചിൽ രണ്ട് കാര്യങ്ങളെ പറയുന്നുള്ളൂ. The urgent need and vitality to preserve our natural resources, അല്ലെങ്കിൽ നാച്ചുറൽ സെൽഫ്, അല്ലെങ്കിൽ എൻവയൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതിന്റെ ഏറ്റവും urgent ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ് ഇപ്പോൾ ഉള്ളത് എന്ന് പറയുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഷീ ഈസ് ഓൾസോ ടോക്കിംഗ് അബൌട്ട് ഹെർ ജേർണി, അല്ലെ, ഈ ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് കൊണ്ടുവന്നത്, അതിന് ആൾക്കാർക്ക് അവയർനെസ് ഇല്ലാതിരുന്നത്, അതിന്റെ മൊമെന്റം ഗെയിൻ ചെയ്തത്, അത് ഡെമോക്രസിയിലും പീസിലും എങ്ങനെ ഇമ്പാക്ട് ചെയ്തു, ഇത്തരം കാര്യങ്ങളാണ് ഈ സ്പീച്ച് ആക്ച്വലി നമുക്ക് പറഞ്ഞു തരുന്നത്. സോ സ്പീച്ച് പഠിക്കാൻ ഏറ്റവും എളുപ്പത്തിലല്ലേ ഇൻ എ നട്ട്ഷെൽ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ചുരുക്കിയിട്ട് ഇവിടെ ഞാനൊരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 1.5 പേജേ ഉണ്ടാവുള്ളൂ. ഇത് നിങ്ങൾ ഒരു പേപ്പറിലേക്ക് എടുത്ത് എഴുതി കഴിഞ്ഞാൽ. സോ ഇത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇതുവരെ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഈ ഒരു എക്സ്പ്ലനേഷൻ, ഈ ഒരു സിമ്പിൾ ആൻഡ് ബ്രീഫ് എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് കേട്ടെങ്കിൽ മാത്രമേ ഈ ഒരു ഇൻ എ നട്ട്ഷെൽ, അല്ലെങ്കിൽ ഇൻ എ നട്ട്ഷെൽ എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ എന്നാണ്. ഈ ചുരുക്കി പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഈ ചുരുക്കി അല്ലാതെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവണം, അല്ലെങ്കിൽ നിങ്ങൾ അത് കേട്ടിട്ടുണ്ടാവണം, ചുരുക്കി പറഞ്ഞാൽ. സോ ഇത് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത്ര മാത്രമേ, ഈ പോയിന്റുകൾ മാത്രമേ ഈ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് എടുത്തു കൊണ്ടുപോകേണ്ടതായിട്ടുള്ളൂ. അല്ലെങ്കിൽ ഈ ചാപ്റ്ററിന്റെ മൊത്തം കാര്യങ്ങൾ നമുക്ക് ഓർത്ത് വെക്കാൻ വേണ്ടി പറ്റൂല. പക്ഷെ ഇത്തരം കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഓർത്ത് വെക്കേണ്ടതായിട്ടുള്ളൂ. ഇനി നമ്മൾ രണ്ടാമതായിട്ട് ചാപ്റ്റർ പഠിക്കുന്നത് ചെമ്മനം ചാക്കോ എന്ന് പറയുന്ന ഒരു മലയാളി പോയറ്റിന്റെ ഒരു റൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയമാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, ഇതൊരു ട്രാൻസ്ലേറ്റഡ് പോയമാണ്. മലയാളി കവിയാണ്, മലയാളിയായിട്ടുള്ള കവിയാണ് ചെമ്മനം ചാക്കോ എന്ന് പറയുന്നത്. ചെമ്മനം ചാക്കോ വളരെ ഹാസ്യം നിറഞ്ഞിട്ടുള്ള, സർക്കാസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ വിറ്റ്ഫുൾ ആണെന്ന് പറയാം, അല്ലെങ്കിൽ സറ്റൈറിക്കൽ എന്ന് നമുക്ക് പറയാം. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു റൈറ്റിംഗ് സ്റ്റൈലുള്ള ഒരാളാണ് ചെമ്മനം ചാക്കോ എന്ന് പറയുന്നത്. ഓക്കെ, റൈസ് എന്ന് പറഞ്ഞിട്ടുള്ള പോയത്തില് വളരെ സിമ്പിൾ ആണ്, എളുപ്പത്തിൽ നമുക്ക് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്, നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇതിൽ ഒരുപാട് ഹാസ്യം നിറഞ്ഞു കിടക്കുന്നുണ്ട്. ഇതിൽ ഒരുപാട് സറ്റൈറിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഗവൺമെന്റിനെ, അധികാരവർഗത്തിനെ, എലീറ്റ് ക്ലാസ്സിനെയൊക്കെ, അല്ലെങ്കിൽ മലയാളിയുടെ ഒരു പൊതുബോധത്തിനെ കളിയാക്കുന്നുണ്ട്. നമ്മുടെ ഒരു കോൺഷ്യസ്നെസ്സിനെയും നമ്മുടെ വാല്യൂസിനൊക്കെ ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ സറ്റൈറിക്കൽ ആണെന്ന് ഞാൻ പറഞ്ഞു, സർക്കാസ്റ്റിക് ആയിട്ടാണ് ഇതിന്റെ ഒരു പ്രസന്റേഷൻ പോകുന്നത്. ഇത്തരം കാര്യങ്ങളൊന്നും ഓർത്തു വെക്കുക കേട്ടോ. ഇത് ജനറലി ഓർത്തു വെക്കാനുള്ള കാര്യങ്ങളാണ്. ഇനി നമുക്ക് നോക്കാം കവിതയിൽ എന്താ പറയുന്നത്. ഐ കം ഹോം അറ്റ് ദ എൻഡ് ഓഫ് 4 years of research in North India, having earned a doctoral degree and generous praise for my work on making toys with husk. പുള്ളിക്കാരനില്ലേ 4 വർഷത്തെ റിസർച്ച് കഴിഞ്ഞിട്ട്, റിസർച്ച് എന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ ഡോക്ടറൽ ഡിഗ്രി അല്ലെങ്കിൽ PhD കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് വരുന്നത്. എവിടുന്നാ വരുന്നത്? നോർത്ത് ഇന്ത്യയിൽ നിന്നാണ് വരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ മെയിൻ പരിപാടി, അല്ലെങ്കിൽ അദ്ദേഹം റിസർച്ച് ചെയ്തിരുന്നത് മേക്കിംഗ് ടോയ്സ് വിത്ത് ഹസ്ക് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള പരിപാടി. അതിന് ഒരുപാട് ജനറസ് പ്രൈസുകൾ കിട്ടിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ജനറസ് പ്രൈസ് എന്ന് പറയുമ്പോൾ എന്താ, അദ്ദേഹത്തിന് ഒരുപാട് അംഗീകാരങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് പുകഴ്ത്തലുകളൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ ഹസ്ക് വെച്ചിട്ട് ടോയ്സ് ഉണ്ടാക്കുന്നതിന്. Bored with eating chapatis day after day, I'm eager to eat a meal of atikira rice. അങ്ങനെ ഒരുപാട് നാളെ ചപ്പാത്തി തന്നെ കഴിച്ച് നാട്ടിലേക്ക് അദ്ദേഹം വരികയാണ്. എനിക്ക് ഇനിയെങ്കിലും ഒരു പ്ലേറ്റ് അത്തിക്കിര റൈസ് കഴിക്കണം എന്നാ പറയുന്നത്. നമ്മൾ ഈ കുറുവരി, മട്ട അരി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു അരിയാണ് ഈ അത്തിക്കിര റൈസ് എന്ന് പറയുന്നത്. അപ്പൊ നാട്ടിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മനസ്സിൽ മുഴുവൻ ഈ ഒരു ചിന്തയാണ്. It will be the planting season when I get there, and my father, his handloom dhoti stained with yellow mud. ഞാൻ അവിടെ വരുമ്പോഴല്ലേ അവിടെ പ്ലാന്റിംഗ് സീസൺ ആയിരിക്കും, അവിടെ ഞാറ് നടുന്ന സീസൺ ആയിരിക്കും. എൻ്റെ അച്ഛൻ എടുത്തിരിക്കുന്ന ആ കൈലിമുണ്ട് അതിൽ ഒരുപാട് മഞ്ഞിച്ചിരിക്കും എന്നാ പറയുന്നത്, അല്ലെങ്കിൽ മണ്ണ് തട്ടിയിട്ട് ചളി പുരണ്ടിട്ട് അതാകെ മഞ്ഞിച്ചിരിക്കും എന്നാ പറഞ്ഞിരിക്കുന്നത്. Excited about the waters of the Varanganal Canal will greet me from the fields below our house. വരങ്കനാൽ കനാലിൽ വെള്ളം നിറയുന്നത്, അല്ലെങ്കിൽ
അവിടെ ഞാറ് നടുകയാണ്, വെള്ളം ആ വഴി ഒഴുക്കി വിടുന്നതിനെ കുറിച്ചൊക്കെയാണ്. അത്തരം ചെറിയ കാര്യങ്ങളിൽ എക്സൈറ്റഡ് ആവുന്ന ഒരാളാണ് തൻ്റെ അച്ഛൻ എന്ന് ഓർക്കുകയാണ്. അപ്പൊ അച്ഛൻ എന്നെ കാണുന്ന സമയത്ത് എൻ്റെ വീടിന് തൊട്ട് താഴെയുള്ള ഫീൽഡ്സ് ബിലോ അവർ ഹൗസ്, വീടിന് തൊട്ട് താഴെയുള്ള പാടത്തിൽ നിന്ന് എന്നെ ഗ്രീറ്റ് ചെയ്യും, എന്നെ ഒന്ന് ഗ്രീറ്റ് ചെയ്യും, എന്നോടൊന്ന് സംസാരിക്കും എന്നാ പറയുന്നത്. amidst the shouts of plowing when several oxen എന്ന് പറയുന്നത് എന്താ, ഈ കാളക്കുട്ടന്മാരാണല്ലോ ഈ കണ്ടൊക്കെ പൂട്ടുന്നത്, അല്ലെങ്കിൽ ഞാറ് നടുന്നതിന് മുന്നേ ഈ കാളക്കുട്ടന്മാരാണ് ഇതെല്ലാം ഒന്ന് മെരുക്കിയെടുക്കുന്നത്. അപ്പൊ ഈ ഞാറ് നടുന്ന സമയത്ത് അതിന്റെ ഒരുപാട് ബഹളങ്ങളൊക്കെ ഉണ്ടാവും, അതിന്റെ ഒരുപാട് ഷൗട്ട് ചെയ്യുന്നുണ്ടാവും അല്ലെ. അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഷൗട്ട് ചെയ്യുന്നതിന്റെ ഇടയിലായിരിക്കും ചിലപ്പോൾ ഞാൻ കടന്നു വരുന്നത്. അപ്പൊ എന്നെ കാണുന്ന നേരം ഈ വീടിന് തൊട്ട് താഴെയുള്ള പറമ്പിൽ നിന്ന് എന്നെ ഒന്ന് ഗ്രീറ്റ് ചെയ്യും അച്ഛൻ എന്നാണ് ഇവിടെ പറയുന്നത്. The oxen will stop when they see me walking with my suitcase and my father without smiling the smile slowly forming on his lips. എന്നെ കാണുന്നേരം കാളകളെല്ലാം ഒന്ന് നിൽക്കുന്ന പറയുന്നത്, എന്ന് വെച്ചാൽ അയാളെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു എന്നുള്ളത് അയാൾ അങ്ങോട്ട് വെറുതെ വിചാരിക്കുകയാണ്. ഈ അയാളുടെ വീടും അയാളുടെ കുടുംബക്കാരും അയാളുടെ വീട്ടുകാരും അതുപോലെ തന്നെ അയാൾക്ക് പ്രിയപ്പെട്ട എല്ലാം, ആ പ്രിയപ്പെട്ട എല്ലാം എന്ന് പറയുന്നിടത്ത് ഈ കാളക്കുട്ടികളും ഉണ്ട്, കാളക്കുട്ടന്മാരും ഉണ്ട്. ഈ കാളകൾ ഇയാളെ കാണുന്നേരം നിൽക്കും. ഇയാളുടെ അച്ഛനില്ലേ, ഇയാൾ ഇങ്ങനെ സൂട്ട് കേസ് ഒക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഇയാളുടെ അച്ഛന്റെ മുഖത്ത് ചിരി ഇല്ലാത്തൊരു തരം ചിരി ഇപ്പോൾ അയാളുടെ ചുണ്ടിൽ വിടരും എന്നാ പറയുന്നത്. പണ്ടത്തെ ആളുകൾ അത്ര എക്സ്പ്രസീവ് ഒന്നുമല്ല. ഇപ്പത്തെ ആളുകൾ എക്സ്പ്രസീവ് ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ കമ്പാരിറ്റീവ്ലി നോക്കുന്ന സമയത്ത് സ്നേഹം പ്രകടിപ്പിക്കാൻ അത്രയൊന്നും അറിയാത്ത ആൾക്കാരായിരുന്നു പണ്ട്, അല്ലെങ്കിൽ അവരുടെ പ്രകടനങ്ങളിൽ വ്യത്യാസമുണ്ടായിരുന്നു. അവർ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നതിലോ ഒരുപാട് വന്നിട്ട് സ്നേഹിച്ച് കൊല്ലുന്നതിലോ ആയിരിക്കില്ല അവരുടെ സ്നേഹപ്രകടനം. അവരുടെ ഒരു കൈൻഡ് ഓഫ് എഫെക്ഷൻ എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി ഡിഫറെന്റ് ഫ്രം വാട്ട് വി ഹാവ് സീൻ ഇൻ ആർ ജനറേഷൻ. അവരുടെ ചെറിയ ചെറിയ പെരുമാറ്റങ്ങളാണ്, ചെറിയ ചെറിയ ബിഹേവിയറൽ ക്യൂസ് ആണ് അവർ ആക്ച്വലി ആ ഒരു സ്നേഹം കാണിക്കാൻ, ടു ഷോ അഫെക്ഷൻ ദേ ഹാവ് എ ഡിഫറെന്റ് വേ. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അത്രയൊന്നും ചിരി ഉണ്ടാവില്ല, പക്ഷെ അതിൽ ഒരുപാട് സ്നേഹം ഉണ്ടാന്നാ പറയുന്നത്. will call from the field and when did you start from there? നീ അവിടെ നിന്ന് എപ്പോഴാണ് ഇറങ്ങിയത് എന്നുള്ള ഒരു ചോദ്യം അവിടെ ഉണ്ടാവും. My little brother carrying the tender saplings to be planted in the field where the plowing is done will run when he sees me and call out loud within earshot of the house, mother, brother is arrived. അല്ലെ, ഈ പണ്ടത്തെ ജയറാമിന്റെ പടത്തിലൊക്കെ ഉണ്ടാവില്ലേ, എപ്പോഴും ഇങ്ങനെ ഓ അമ്മേ ചേട്ടൻ വന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പാവാടയും ബ്ലൗസൊക്കെ ഇട്ട് വരുന്ന ഒരു പെങ്ങൾ ഉണ്ടാവില്ലേ, അതുപോലെ ഇവിടെ ഒരു ബ്രദർ ഉണ്ടെന്നാ പറയുന്നത്. അവൻ എന്നെ കാണുന്ന സമയത്ത്, മൈ ലിറ്റിൽ ബ്രദർ, അവൻ ഈ ഞാറും കൊണ്ട് പോകുന്ന സമയത്ത് പാടത്ത് വെച്ചിട്ട് അവൻ എന്നെ കാണും. അവൻ എന്നെ കാണുന്ന സമയത്ത് വിൽ റൺ വെൻ ഹി സീസ് മീ, അവൻ എന്നെ കാണുന്ന സമയത്ത് വീട്ടിലേക്ക് എടുത്തോടും, എന്നിട്ട് ചെവിക്കല്ല് പൊട്ടും വിധം അവൻ ഉച്ചത്തിൽ പറയും, അമ്മേ ചേട്ടൻ വന്നു, മദർ ബ്രദർ ഈസ് അറൈവ്ഡ്. Walking cautiously along the dike so as not to upset the baskets full of seed. അല്ലെ, ഈ ഡൈക്ക് എന്ന് വെച്ചാൽ ആ വരമ്പത്തൂടെ ഇങ്ങനെ സൂക്ഷിച്ച് നടക്കണം. കാരണം ആ വരമ്പത്തായിരിക്കും ഈ നടാനുള്ള ഈ വിത്തുകൾ വെച്ചിട്ടുണ്ടാവുക, അതിന്റെ കൊട്ടകൾ ഉണ്ടാവുക. I'll reach home in a good time, at least just as my mother drains the well cooked rice. ഞാൻ വന്നത് വളരെ നല്ലൊരു സമയത്താണ്. I reached in a very good time. At last എൻ്റെ അമ്മ ഈ ഊറി വെച്ചിരിക്കുന്ന ഒരു കൊട്ട എന്താ പറയാ ചോറുമായിട്ട് ഈ വെള്ളം ഊറ്റി വെച്ചിരിക്കുന്ന ചോറ് അവിടെ റെഡി ആയിരിക്കും. ഞാൻ വളരെ കറക്റ്റ് സമയത്താണ് വന്നിരിക്കുന്നതെന്ന് പറയുന്നത്. ട്രെയിൻ വിൽ യു റൺ എ ലിറ്റിൽ ഫാസ്റ്റർ, ലെറ്റ് മീ ഗെറ്റ് ഹോം ക്വിക്ലി ആൻഡ് ഈറ്റ് മൈ ഫിൽ. അല്ലെ, ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ അത്രയും അദ്ദേഹം ട്രെയിനിൽ ഇരുന്നു കൊണ്ട് കിനാവ് കാണുന്നതാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഇത്രയും കാര്യങ്ങൾ ഇമാജിൻ ചെയ്യാണ്. ഞാൻ വീട്ടിലെത്തുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളത് അദ്ദേഹം ചുമ്മാ ഇമാജിൻ ചെയ്യാണ്. അപ്പൊ ട്രെയിനോട് പറയാ, ക്യാൻ യു റൺ എ ലിറ്റിൽ ഫാസ്റ്റർ, ഐ നീഡ് ടു ഗെറ്റ് ഹോം ക്വിക്ലി ആൻഡ് ഈറ്റ് മൈ ഫിൽ. എനിക്ക് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ ഇപ്പൊ. The bus stops on the road across the house. When I left this place, palm thatched house could be seen. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ അദ്ദേഹം ആക്ച്വലി നാട്ടിൽ എത്തിയപ്പോഴുള്ളതാണ്. അങ്ങനെ ബസ് അവരുടെ വീടിന്റെ അടുത്തായിട്ട് നിർത്തി. When I left this place, palm thatched എന്ന് വെച്ചാൽ ഓലമേഞ്ഞ വീടുകളായിരുന്നു ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നത്. In the distance on the right, but now there's nothing. അല്ലെ, ഈ റൈറ്റിൽ ഒക്കെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ അയാളുടെ വലതുവശത്ത് മൊത്തം ഉണ്ടായിരുന്നത് ഓലമേഞ്ഞ വീടുകളായിരുന്നു. Now there's nothing, ഇപ്പൊ അവിടെ ഒന്നുമില്ല, except for trees. How the place has changed. അല്ലെ, അയാൾ അത്ഭുതത്തോടെ പറയാണ്, ഒരു എക്സ്ക്ലമേഷൻ മാർക്കിൽ അദ്ദേഹം അത്ഭുതത്തോടെ പറയാം, എങ്ങനെയാ ഈ സ്ഥലം ഇത്ര മാറിപ്പോയത് എന്ന് ഇവിടെ പറയാണ്. Rubber plants twice my height now stand in rows around me on the ridge.
where Modan and Vellaran used to be sown and confuse my path as I walk home. ഇപ്പൊ അവിടെ ഉള്ളത് എന്താണ്? റബ്ബർ പ്ലാന്റ്സ് ആണ്. എന്റെ ഡബിൾ ഹൈറ്റ് ഉള്ള റബ്ബർ പ്ലാന്റ്സുകൾ മാത്രമേ അവിടെ ഇപ്പൊ കാണാനുള്ളൂ. മുന്നേ അവിടെ ഉണ്ടായിരുന്നത് ഈ മൊഡാൻ വെള്ളാരൻ എന്ന് പറയുന്നത് ഈ വെറൈറ്റീസ് ഓഫ് റൈസ് ആണ് അല്ലെ. ഇതത്രയും വെറൈറ്റീസ് ഓഫ് റൈസ് ആണ്, വെറൈറ്റീസ് ഓഫ് റൈസ് ആണ് അല്ലെ. അതൊക്കെയായിരുന്നു അവിടെ നട്ട് വളർത്തിയിരുന്നത്. ഇപ്പൊ അവിടെ ഒന്നും കാണുന്നില്ല. ഈ സോൺ എന്ന് പറയുന്നത് അതായിരുന്നു അവിടെ വളർത്തിയിരുന്നത്. ഇപ്പൊ അവിടെ ഒന്നും കാണുന്നില്ല. ഇപ്പൊ ഈ റബ്ബർ പ്ലാന്റുകളാണ് അവിടെ ഉള്ളത്. ദിസ് കൺഫ്യൂസസ് മൈ പാത്സ് ആസ് ഐ വാക്ക് ഹോം. വീട്ടിലേക്ക് നടക്കുന്ന സമയത്ത് എനിക്ക് വഴി തെറ്റി പോകുന്നല്ലോ, എനിക്ക് വഴി സംശയമാവുന്നല്ലോ എന്നാണ് അവിടെ പറയുന്നത്. മൈ ലിറ്റിൽ ബ്രദർ റൺസ് ഇൻ ടു മീ ഐ ഈഗർ ടു ഹാവ് എ ഫുൾ മീൽ ഓഫ് അത്തിക്കിര റൈസ് അല്ലെ. എന്റെ ബ്രദർ നമ്മൾ വിചാരിച്ച പോലെ തന്നെ എന്റെ അടുത്തേക്ക് ഓടി വരും എന്നെ കാണുന്ന സമയത്ത്. പക്ഷെ എന്റെ മനസ്സിൽ ഇപ്പോഴും കുറച്ച് അത്തിക്കിര റൈസ് കഴിച്ച് ഒന്ന് ഊണുണ്ണണം എന്നുള്ളത് മാത്രമാണ് എന്റെ ചിന്ത. He's carrying the ration for the whole household. He trips over something and scatters the wheat all over the yard. പക്ഷേ ഈ അത്തിക്കര റൈസ് കഴിക്കണം എന്നുള്ള മോഹവുമായി നാട്ടിലേക്ക് വരുന്ന നമ്മുടെ പോയറ്റ് അല്ലെങ്കിൽ നമ്മുടെ പോയത്തിന്റെ സ്പീക്കർ എന്താ കാണുന്നത്? ഓടി വരുന്ന അനിയനിലെ അവിടെ കാല് തട്ടി വഴുതി വീഴുന്നത്, അവിടെ മൊത്തം ചിതറിപ്പോകുന്നത് അരിയല്ല, അവിടെ ചിതറി വീഴുന്നത് വീറ്റാണ് അല്ലെ. അദ്ദേഹത്തിന് ഒരു ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടാക്കി അദ്ദേഹം കാണുന്നത് അവിടെ വീറ്റാണ് മൊത്തം ചിതറിപ്പോകുന്നത്. ആ വീട്ടിലേക്കുള്ള മൊത്തം റേഷൻ പോകുന്നത് വീറ്റാണ്, ഗോതമ്പാണെന്നുള്ളത് മനസ്സിലാക്കാം. Above us a ship of sky rose northwards, drowning my brother's loud cries. ഈ ബ്രദർ കരയുന്നേരം ഈ കാല് തെറ്റി വഴുതി വീണ അല്ലെങ്കിൽ തടഞ്ഞു വീണ ഈ ബ്രദറിന്റെ കരച്ചിലിനെ മറച്ചുകൊണ്ട് അതിനെ നിശബ്ദമാക്കിക്കൊണ്ട് നോർത്ത് സൈഡിലേക്ക് ഒരു പ്ലെയിന് അല്ലെങ്കിൽ ഒരു എയർക്രാഫ്റ്റ് പോകുന്നു എന്ന് പറഞ്ഞ്. ഷിപ്പ് ഓഫ് സ്കൈ എന്ന് പറയുന്നത് എന്താ? എയറോപ്ലെയിനെയാണ് അവിടെ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ഫ്ലൈറ്റിനെ കുറിച്ചാണ് ഉദ്ദേശിച്ചത് അല്ലെ. അത് നോർത്ത് വേർഡ്സിലേക്ക് പോവുക എന്നുള്ളതിന്റെ അർത്ഥം എന്താ? അത് നോർത്ത് ഇന്ത്യയിലേക്ക് പോവുകയാണെന്നുള്ളതാണ്. അല്ലെങ്കിൽ അവിടെ ആരാണ് പോകുന്നത് പിന്നീടുള്ള വരികളിൽ പറയുന്നുണ്ട്. The chief ministers off like an arrow to the center to clamor for more grains, now flying high above the cash crops. ഇവിടെ പറയുന്നത് ചീഫ് മിനിസ്റ്റർ ആണ് ഈ നോർത്ത് ഇന്ത്യയിലേക്ക് പോകുന്നത്. എന്തിനു വേണ്ടിയിട്ടാ? ടു ക്ലാമർ ഫോർ മോർ ഗ്രെയിൻസ്. ക്ലാമർ എന്ന് വെച്ചാൽ കെഞ്ചുക അല്ലെങ്കിൽ കരയുക. എന്തിനു വേണ്ടിയിട്ടാ? ഫോർ മോർ ഗ്രെയിൻസ്. കേരളം വളരെ ഫേമസ് ആയിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന നമ്മൾ ഭക്ഷണം കഴിച്ചിരിക്കുന്ന അരി പോലെയുള്ള ഇവിടുത്തെ വെജിറ്റബിൾസ് പോലെയുള്ള ഒരുപാട് ധാന്യങ്ങൾക്കും വെജിറ്റബിൾസിനൊക്കെ കേരളം ഫേമസ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ അതൊന്നും കൃഷി ചെയ്യാനില്ലാതെ നമ്മൾ സെന്ററിലേക്ക് പോവാണ്. സെന്റർ എന്ന് പറയുമ്പോൾ കേന്ദ്രം അല്ലെങ്കിൽ കേന്ദ്ര മന്ത്രിസഭ അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ നോർത്ത് സൈഡിലേക്ക് പോവാണ് നമ്മൾ കൂടുതൽ ധാന്യത്തിന് വേണ്ടിയിട്ട്. കാരണം ഇവിടെ അതൊന്നും നമ്മൾ കൃഷി ചെയ്യുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. നൗ ഫ്ലൈയിങ് ഹൈ അബവ് ദ ക്യാഷ് ക്രോപ്സ്. ഇവിടെയുള്ള ഏലത്തിനും റബ്ബറിനും മുകളിലൂടെയാണ് ഇപ്പൊ എന്ത് കടന്നു പോകുന്നത്? ആ എയറോപ്ലെയിന് കടന്നു പോകുന്നത്. നൗ ഗ്രോയിങ് ടോൾ ലൈക്ക് ദ ട്രീസ് സിൻസ് നോ വൺ ഹിയർ പ്രൊമോട്ട്സ് ദ ഫാമിംഗ് ഓഫ് റൈസ് അല്ലെ. ഇവിടെ ആർക്കും എന്ത് വേണ്ട? റൈസ് വേണ്ട എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ധാന്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണത്തിനും നമുക്ക് പുറത്ത് ആശ്രയിക്കേണ്ടി വരുന്നു എന്നുള്ള വളരെ സർക്കാസ്റ്റിക് ആയിട്ടാണ് അദ്ദേഹം ഇവിടെ അത് പ്രസന്റ് ചെയ്യുന്നത്. Can we make some husk from the center? Can we get some husk from the center to make toys with it? I don't know. ഈ അവസാനത്തെ വരിയില്ലേ, നമ്മൾ വിചാരിക്കും ഇതൊരു റെലവന്റ് അല്ലാത്ത, അത്ര ഇറലവന്റ് ആയിട്ടുള്ള ഒരു വരിയാണെന്ന് വിചാരിക്കും. നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് കുറച്ച് ചകിരി കിട്ടുമോ എന്നുള്ളതാ ചോദിക്കുന്നത്. ആക്ച്വലി ടോക്സ് അ ലോട്ട് അബൌട്ട് ദ സിറ്റുവേഷൻ അല്ലെ. നമ്മൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ ഇത്രയും കംപ്ലൈന്റ് ചെയ്യണമെങ്കിലും വി ആർ ഓൾസോ എ പാർട്ട് ഓഫ് ദ സിസ്റ്റം അല്ലെ. ഈ ഒരു മേജർ ചേഞ്ചിന്റെ പാർട്ട് കൂടിയാണ് നമ്മൾ. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളത് സ്പീക്കർ പറയുന്നു, കവി അവിടെ പറയുന്നുണ്ടെങ്കിലും പുള്ളിക്കാരൻ ആക്ച്വലി he's also concerned about his own things, his own affairs അല്ലെ. പുള്ളിക്കാരന്റെ കാര്യം തന്നെയാണ് പുള്ളിക്കാരനെ നോക്കുന്നത്. ഇത്രയും കംപ്ലൈന്റ് ഒക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ആലോചിക്കുക, എന്റെ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഹസ്കും അവിടുന്ന് കിട്ടുമോ? കാരണം രണ്ട് കാര്യങ്ങളുണ്ട്. ഈ കോക്കനട്ട് ഹസ്ക് എന്ന് പറയുന്നത് എന്താണ്? കേരളത്തിൽ സുലഭമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. ഇനി അതും പുറത്തുനിന്ന് എടുക്കേണ്ടി വരുമോ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട് അദ്ദേഹം സർക്കാസ്റ്റിക് ആയിട്ട് പറയുന്നില്ലേ, ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോഴും എന്റെ കാര്യം അവിടെ നടക്കുമോ എന്നുള്ളതാണ് രണ്ടാമതായിട്ട് അദ്ദേഹം കളിയാക്കിക്കൊണ്ട് പറയുന്നത്. അപ്പൊ വളരെ സർക്കാസ്റ്റിക് ആയിട്ട്, വിറ്റ്ഫുൾ ആയിട്ട്, സർക്കാസ്റ്റിക് ആയിട്ട് പ്രസന്റ് ചെയ്യുന്ന, വിറ്റ്ഫുൾ ആയിട്ട് പ്രസന്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് പറയാം സട്ടൈറിക്കൽ ആയിട്ട് പ്രസന്റ് ചെയ്യുന്ന ഒരു പോയമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഇതിന്റെ നോട്ട് ഓഫ് അപ്രിസിയേഷൻ ആണ്. പക്ഷെ
നോട്ട് ഓഫ് അപ്രിസിയേഷൻ നമ്മൾ ആക്ച്വലി അതായിരിക്കില്ല നമുക്ക് ചോദിക്കുന്നത്. നമ്മുടെ എക്സാമിന് ചോദിക്കുന്നത് ചിലപ്പോൾ അപ്രിസിയേഷൻ നോട്ട് ആയിരിക്കില്ല. പക്ഷെ അപ്രിസിയേഷൻ നോട്ട് പഠിക്കുന്നതിലൂടെ നമുക്ക് അതിലുള്ള തീമുകൾ, അതിലുള്ള റെലവെന്റ് ആയിട്ടുള്ള തീമുകൾ, അതിൽ വരുന്ന പോയറ്റിക് ഡിവൈസുകൾ, ഇതിൽ അത്രയും പോയറ്റിക് ഡിവൈസുകളൊന്നും ഇല്ല, ഇതിൽ അങ്ങനെ റൈമിംഗ് ആയിട്ടൊന്നും വരുന്നില്ല. ഇതിൽ കൂടുതലായിട്ടും സറ്റൈറിക്കൽ ആയിട്ടാണ് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ വരികളുടെ അർത്ഥമൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ എന്തിനാണ് അങ്ങനെ ഒരു പ്രയോഗം നടത്തിയത് എന്നുള്ളതൊക്കെ ആയിരിക്കും ചോദ്യങ്ങൾ വരിക. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ചാപ്റ്റർ ആണ് നോക്കാനുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിലെ അവസാനത്തെ ചാപ്റ്റർ ആണ് ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്ന ഒരു എസ്സേ ആണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ഈ എസ്സേ എഴുതിയിരിക്കുന്നത് ഡോക്ടർ ഹാർഡിൻ ബി ജോൺസ് എന്നുള്ളതാണ്. ഇതിന് നമുക്ക് ഇനി ആറ്റി ചുരുക്കാനൊന്നുമില്ല. ഇതിന് ഓൾറെഡി രണ്ട് പോർഷൻ ആക്കിയിട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇതിലുള്ള മെയിൻ പോയിന്റ്സ് ആണ് ഈ റെഡ് മാർക്ക് ചെയ്തിരിക്കുന്നത്. വളരെ കുറച്ചേ ഉള്ളൂ നമുക്ക് പഠിക്കാൻ ഈ ഒരു ചാപ്റ്ററിൽ. വളരെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. മിസ്ഗൈഡഡ് പെർസെപ്ഷൻ എന്ന് വെച്ചാൽ കാഴ്ചപ്പാട് എന്നാണ് അർത്ഥം. കാഴ്ചപ്പാട്. സോ ഈ ഒരു ചാപ്റ്ററിന്റെ ടൈറ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ്. സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. ഡ്രഗ് അബ്യൂസിന്റെ ഇത് അബ്യൂസ് ചെയ്യുന്ന സമയത്ത് ആളുകൾക്ക് ഉണ്ടാവുന്ന അപകടങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പറഞ്ഞു തരുന്നത്. ഇതിൽ 2 തരം ഡ്രഗുകളെ കുറിച്ച് പറയുന്നുണ്ട്. പ്രിസ്ക്രൈബ്ഡ് മെഡിക്കേഷൻസിനെ കുറിച്ചും പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഡ്രഗ്സിനെ കുറിച്ചും പറയുന്നുണ്ട്. ഈ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇല്ലീഗൽ ഡ്രഗ്സിന് മാത്രമല്ല ഡ്രഗ്സ് എന്ന് പറയുന്നത്, നമ്മൾ കഴിക്കുന്ന മരുന്നിനും ചില കാറ്റഗറീസ് ഓഫ് ഡ്രഗ്സിൽ വരുന്നത് തന്നെയാണ്. Okay, the belief that drugs can solve any ailment, physical or mental, has led to widespread misuse of drugs in seeking easy solution to problems. നമ്മുടെ ഒരു തെറ്റിദ്ധാരണയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്, അല്ലെങ്കിൽ ഒരു മിസ്ഗൈഡഡ് പെർസെപ്ഷനെ കുറിച്ചാണ്. ഇവിടെ ഡ്രഗ്സ് എന്ന് ഉദ്ദേശിക്കുന്നതിലെ ഫാർമസ്യൂട്ടിക്കൽ ഡ്രഗ്സിനെ കുറിച്ചും കൂടിയാണ്, അല്ലെങ്കിൽ നമുക്ക് മരുന്ന് കടയിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന മരുന്നുകളെ കൂടിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ ഡ്രഗ്സിന് ഏതൊരു എയിൽമെന്റിനെയും അല്ലെങ്കിൽ ഏതൊരു അസുഖത്തിനെയും മാറ്റാം, ഫിസിക്കൽ ഓർ മെന്റൽ എന്നുള്ളത് ഒരു മിസ്ഗൈഡഡ് പെർസെപ്ഷൻ ആണ്. അതിന്റെ ഒരു കോൺസിക്വൻസ് ആണ് ഇവിടെ പറയുന്നത്. ഇറ്റ് ലെഡ് ടു വൈഡ് സ്പ്രെഡ് അബ്യൂസ് ഓഫ് ഡ്രഗ്സ്. ഏതൊരു അസുഖത്തിനും ഒരു ഈസി സൊല്യൂഷൻ ഇത് കാരണം ഉണ്ടാകും എന്നുള്ള ഒരു തെറ്റിദ്ധാരണ. ഇതെന്തിലേക്ക് വഴിതെളിക്കും? This will lead to dependency and loss of coping skills. നമ്മുടെ ശരീരത്തിന്, മനസ്സിന് നാച്ചുറലി ഒരു കോപ്പിംഗ് സ്കില്ലുകളുണ്ട്. ഇത്തരം അസുഖങ്ങൾ പ്രിവെന്റ് ചെയ്യാനുള്ള, ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അത് നമുക്ക് നഷ്ടപ്പെടും എന്നാണ് പറയുന്നത്. റിലൈങ് ഓൺ ഡ്രഗ്സ് ടു സോൾവ് പ്രോബ്ലംസ് റിസൾട്ട് ഇൻ ലോസ് ഓഫ് റെസീലിയൻസ്. റെസീലിയൻസ് എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന്റെ ഒരു കഴിവാണ്. എത്ര അസുഖങ്ങൾ വന്നു കഴിഞ്ഞാലും തിരിച്ചു നോർമൽ സ്റ്റേറ്റിലേക്ക് വരാനുള്ള ഒരു കഴിവാണ് റെസീലിയൻസ്. അത് നമുക്ക് നഷ്ടപ്പെടും. സെൽഫ് ഡിസിപ്ലിൻ ആൻഡ് മെന്റൽ എഫേർട്ട് ഇൻ ഹാൻഡ്ലിംഗ് ലൈഫ് ചാലഞ്ചസ്. ഇത് മെന്റൽ ഹെൽത്തിലും കൂടെ ബാധകമാണ്. നമുക്കൊരു ഡിസിപ്ലിൻ നഷ്ടപ്പെടുന്നുണ്ട്. കാരണം നമ്മൾ എങ്ങനെ ജീവിച്ചാലും അൾട്ടിമേറ്റ്ലി നമുക്ക് മരുന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്കെല്ലാം ശരിയാവുന്നുള്ള ഒരു തെറ്റിദ്ധാരണ, ഇത്തരം ഡിപ്പെൻഡൻസിയിലേക്ക് നമ്മൾ ഈ മരുന്നുകൾ ഓവർ ഡിപ്പെൻഡന്റ് ചെയ്യാൻ തുടങ്ങും. ഈ മെഡിസിൻസും സെൻഷ്വൽ ഡ്രഗ്സും തമ്മിലുള്ള വ്യത്യാസമാണ് മൂന്നാമതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. മെഡിസിൻസും നമ്മളിവിടെ ഡ്രഗ്സ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മെഡിസിൻ എയിം ടു ട്രീറ്റ് സ്പെസിഫിക് ഡിസോർഡേഴ്സ് വൈൽ സെൻഷ്വൽ ഡ്രഗ്സ് ആർ യൂസ് ഫോർ പ്ലെഷർ വിത്തൗട്ട് എ ജെന്യുവൻ നീഡ്. ഒരു ജെന്യുവൻ നീഡ് ഇല്ലാതെ, ഒരു ആവശ്യമൊന്നും ഇല്ലാതെ നമ്മുടെ പ്ലെഷറിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ സെൻഷ്വൽ ഡ്രഗ്സ് എന്ന് വിളിക്കുന്നത്. അത് വേറൊരു കാറ്റഗറിയാണ്. Sensual drugs stimulate pleasure centers in the brain but can disrupt the natural brain functions. നമ്മുടെ ബ്രെയിനെയാണ് ഈ സെൻഷ്വൽ ഡ്രഗ്സ് ഡയറക്ട്ലി എഫക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ബ്രെയിൻ ഫംഗ്ഷനെയാണ് ഇത് നേരെ ബാധിക്കുന്നത്. എന്തൊക്കെ തരം ബ്രെയിൻ ഡിസ്റപ്ഷൻ ആണ് എന്നാണ് ഇവിടെ പറയുന്നത്. അതിൽ മെയിൻ ആയിട്ട് വരുന്നത് അഡിക്ഷൻ ആണ്. സെൻഷ്വൽ ഡ്രഗ്സ് ഡിസ്റ്റർബ് ദ ബ്രെയിൻസ് പ്ലെഷർ മെക്കാനിസം ലീഡിങ് ടു അഡിക്ഷൻ ആൻഡ് റെഡ്യൂസ്ഡ് സെൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഓവർ ടൈം. നമുക്ക് ഈ ഒരു ഡ്രഗ്സിൽ നിന്ന് മാത്രം ലൈഫിൽ നിന്ന് എൻറ്റയർലി കിട്ടേണ്ട സാറ്റിസ്ഫാക്ഷനും പ്ലെഷറൊക്കെ കിട്ടുന്ന സമയത്ത് നമുക്ക് ലൈഫിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് സന്തോഷം കിട്ടാതെയാവും. ഭക്ഷണം കഴിക്കുന്നത്, നമുക്ക് ആളുകളെ കാണുന്നതിൽ, ആളുകളോട് സംസാരിക്കുന്നതിൽ, ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, ഇതിലൊന്നും നമുക്ക് സന്തോഷമോ അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷനോ കിട്ടാതെ വരും. Severe addiction can cause the brain to lose its ability to find pleasure in natural experience. സ്വാഭാവികമായിട്ട് നമുക്ക് സന്തോഷം കിട്ടേണ്ട ഒരുപാട് നാച്ചുറൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് നമുക്കത് തീരെ സാറ്റിസ്ഫൈഡ് അല്ലാത്ത, തീരെ പ്ലെഷറബിൾ അല്ലാത്ത, തീരെ ഹാപ്പിനെസ് ഇല്ലാത്ത അനുഭവങ്ങളായിട്ട് മാറും, എക്സ്പീരിയൻസ് ആയിട്ട് മാറും. ദിസ് ഇസ് വൺ ഓഫ് ദ സിഗ്നിഫിക്കന്റ് കോസ് ഓഫ് ഓവർ യൂസിങ് ഡ്രഗ്സ്, അല്ലെങ്കിൽ സെൻഷ്വൽ ഡ്രഗ്സിന്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ആണ് ഇവിടെ പറയുന്നത്. ആൻഡ് സൈക്കോളജിക്കൽ ആൻഡ് ഫിസിക്കൽ എഫക്ട്. ഇതെങ്ങനെയാണ് എസ്പെഷ്യലി സെൻഷ്വൽ ഡ്രഗ്സ്, ഹൗ ഡസ് ഇറ്റ് എഫക്ട് ഫിസിക്കലി ആൻഡ് സൈക്കോളജിക്കലി? ഡ്രഗ് അഡിക്ഷൻ ലീഡ് ടു പേഴ്സണാലിറ്റി ചേഞ്ചസ്. നമ്മുടെ സ്വഭാവ വ്യത്യാസങ്ങൾ ഉണ്ടാവും. പാരനോയ ലൈക്ക് സിംറ്റംസ്, നമുക്ക് അനാവശ്യമായിട്ടുള്ള പേടികൾ വരാൻ തുടങ്ങും. ആൻഡ് എ സെൻസ്
സെൻസ് ഓഫ് സെൻസറി ഡെപ്രിവേഷൻ. സെൻസറി ഡെപ്രിവേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ സെൻസസുകളൊക്കെ നമ്പാവാൻ തുടങ്ങും. നമുക്ക് ടേസ്റ്റ് കിട്ടാതാവും, നമുക്ക് സ്മെൽ അത്ര പ്രോപ്പർ അല്ലാതാവും, നമുക്ക് ടച്ചിൽ നിന്നും നമുക്കൊരു പ്രത്യേകിച്ച് ഒന്നും ഫീൽ ചെയ്യാതാവും. ഇതിനെയാണ് നമ്മൾ സെൻസറി ഡെപ്രിവേഷൻ എന്ന് പറയുന്നത്. മേക്കിംഗ് ഇറ്റ് ഡിഫിക്കൽട്ട് ഫോർ ഇൻഡിവിജ്വൽസ് ടു കണക്ട് വിത്ത് റിയാലിറ്റി. അപ്പൊ റിയാലിറ്റിയെ നമ്മൾ തിരിച്ചറിയുന്നത് ഇത്തരം ത്രൂ ദ സെൻസസ് ആണ് അല്ലെ. ഈ സെൻസുകളുടെ ഡിപ്രൈവ്ഡ് ആവുന്ന സമയത്ത് വി ആർ നോട്ട് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ റിയാലിറ്റി ഓർ ദ ഡെപ്ത് ഓഫ് ദ റിയാലിറ്റി. റിയാലിറ്റിയുടെ ഒരു ആഴം എത്രത്തോളാണെന്ന് നമുക്ക് മനസ്സിലാവാതെയും നമ്മളൊരു മായ കാഴ്ചയുടെയും അല്ലെങ്കിൽ ഒരു ഫാന്റസിയുടെയും റിയാലിറ്റിയുടെയും നടുക്ക് നമ്മൾ ഭയങ്കര സ്റ്റക്കായി പോകുന്ന പറയുന്നത്. ഇതിന്റെ ഹെൽത്ത് റിസ്ക് എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ഊഹിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഡ്രഗ് യൂസസ് പോസസ് സിവിയർ ഹെൽത്ത് റിസ്ക് റേഞ്ചിങ് ഫ്രം മെന്റൽ degeneration, brain damage to physical ailments like infections. Damaged organs increase susceptibility to disease. നമ്മൾ അസുഖങ്ങൾക്ക് ഇൻക്രീസ് സസെപ്റ്റബിലിറ്റി, നമ്മൾ കൂടുതൽ വൾണറബിൾ ആയിരിക്കും, അസുഖങ്ങൾ പിടിപെടാൻ കൂടുതൽ എളുപ്പമായിരിക്കും, ബ്രെയിൻ ഡാമേജ് വരും, ഇൻഫെക്ഷൻസ് വരും, ഇന്റേണൽ ഓർഗൻസിന് ഒരുപാട് ഡാമേജ് വരാനുള്ള സാധ്യത ഉണ്ട്. ഇതിനെല്ലാം ഉപരിയായിട്ടില്ലേ ബ്രെയിൻ സെൽ കെമിസ്ട്രി എന്ന് പറയുന്നത് ഫോർ എവർ നമുക്ക് നഷ്ടപ്പെടും എന്നുള്ള, അല്ലെങ്കിൽ മോശമാവും, വഷളാവും, ഡിറ്റീരിയോറേറ്റ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. സൈക്കോ ആക്റ്റീവ് ഡ്രഗ്സ് ഓൾട്ടർ ബ്രെയിൻ സെൽ കെമിസ്ട്രി. നമ്മുടെ സ്വഭാവ വ്യത്യാസം പോലെ തന്നെ നമ്മുടെ ബ്രെയിനിന്റെ നാച്ചുറൽ ഫംഗ്ഷൻ ഡിസ്റപ്റ്റഡ് ആവും, പൊട്ടൻഷ്യലി ഡാമേജിങ് സെൽ ടിഷ്യൂ, കോസിംഗ് ലോങ് ടേം ഡിസ്റപ്ഷൻ ഇൻ ബ്രെയിൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഫംഗ്ഷൻ. വളരെ ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ബ്രെയിനുള്ളത്. അതിന്റെ ഓരോ സെല്ലുകളും തമ്മിൽ ഓരോ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇത് ഡിസ്റപ്റ്റഡ് ആയാൽ, ഇത് ഡാമേജ്ഡ് ആയാൽ, ഇറ്റ് വിൽ എൻറ്റയർലി കൊളാപ്സ് ദ നാച്ചുറൽ പ്രോസസ് ദാറ്റ് ബ്രെയിൻ ഹാസ് ബീൻ ഡീലിംഗ്. അല്ലെ, നമ്മുടെ ചെറുപ്പകാലം തൊട്ട് സിൻസ് ചൈൽഡ്ഹുഡ് ബ്രെയിൻ ഡീൽ ചെയ്യുന്ന ഇത്തരം നാച്ചുറൽ ഫംഗ്ഷൻസ് അത് എൻറ്റയർലി ഡിസ്റപ്റ്റഡ് ആവും, അത് എൻറ്റയർലി കൊളാപ്സ്ഡ് ആവും. ഫൈനൽ വാർണിംഗ് കൊടുത്തുകൊണ്ടാണ് ഈ ഒരു എസ്സേ വൈൻഡപ്പ് ചെയ്യുന്നത്. ഡ്രഗ്സ് മൈറ്റ് ഓഫർ ഷോർട്ട് ടേം പ്ലഷർ ബട്ട് ദേ പോസ് സീരിയസ് ഹെൽത്ത് റിസ്ക് ആൻഡ് ക്യാൻ കോസ് ഇറിവേഴ്സിബിൾ ഡാമേജ് ടു ബോത്ത് ദ ബ്രെയിൻ ആൻഡ് ദ ബോഡി. നമ്മുടെ ശരീരത്തിനും അതുപോലെ തന്നെ മനസ്സിനും, ബ്രെയിനിനും ശരീരത്തിനും ഒരുപോലെ ബാധിക്കുന്ന ഒരു സാധനമാണ്. അതൊരു ഷോർട്ട് ടേം പ്ലഷറിന് വേണ്ടിയിട്ട് നമ്മൾ നശിപ്പിക്കരുതെന്നുള്ള ഒരു ഫൈനൽ വാർണിംഗ് കൊടുക്കുന്നുണ്ട്. Dr. Johns highlights the dangers of drug abuse, emphasizing the detrimental effect on mental and physical addiction and the often unrecognized harm caused to the brain's delicate chemistry and functionality. ശരീരത്തിനും മനസ്സിനും കേടുപാടുകൾ സംഭവിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ അധികം ആരും സംസാരിക്കാത്ത ബ്രെയിനിന്റെ സെൽ കെമിസ്ട്രി എത്രത്തോളം ഓൾട്ടേർഡ് ആവും എന്നുള്ളത് കൂടെ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു എസ്സേ വൈൻഡപ്പ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ചാപ്റ്റർ ആണ്, നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കാന്നേ ഉള്ളൂ. ഈ റെഡിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നതാണ് ഇതിന്റെ ആക്ച്വൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എംഫസൈസ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത്. സോ ഈ 3 ചാപ്റ്ററുകളും ഇത്രയേ ഉള്ളൂ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഇതിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യേണ്ടത്. പക്ഷേ ഫണ്ടമെന്റലി ഈ 3 ചാപ്റ്റേഴ്സ് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇത്രയും ഒരു ചെറിയ ഫോർമാറ്റിൽ പഠിച്ചെങ്കിൽ മാത്രമേ ഇനി വരുന്ന എക്സാമിലേക്ക് നമുക്കത് ഓർത്തു വെക്കാൻ വേണ്ടി പറ്റുള്ളൂ. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.